ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് ബദാം ഇതുപോലെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇനി ഇത് കുറച്ച് ഡേറ്റ്സ് ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കാം. ഇത് ഒരു മണിക്കൂർ നേരത്തേക്ക് സോക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിത് സീഡെല്ലാം മാറ്റിയിട്ട് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു മണിക്കൂർ നേരത്തേക്ക് ഇത് കുതിർത്ത് വെക്കാം. അങ്ങനെയാവുമ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാനും പറ്റും. നമ്മൾ സ്മൂത്തി ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കഴുകി എടുത്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് സീഡെല്ലാം മാറ്റി എടുത്ത് വെക്കാം. അതുപോലെ തന്നെ ബദാമിൻ്റെ സ്കിന്നും ഞാൻ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ലിറ്റർ പാല് നന്നായിട്ട് കാച്ചിയെടുത്തിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണിത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈത്തപ്പഴം ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ബദാമും നമുക്കിതിലേക്ക് ഇടാം. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ കുറച്ച് പാൽ ഒഴിക്കാം. കുറേ പാല് ഒന്നിച്ചിട്ട് ഒഴിക്കാൻ പാടില്ല, അന്നേരത്തെ നന്നായിട്ട് അരഞ്ഞു കിട്ടൂല. അതുകൊണ്ട് ആദ്യം കുറച്ച് പാലെടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2-3 ടീസ്പൂണ് പീനട്ട് ബട്ടർ ചേർക്കാം. പീനട്ട് ബട്ടർ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ഇരട്ടിയാകും. അപ്പോൾ ഈ പീനട്ട് ബട്ടർ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന റെസിപ്പി ഞാനിതിൽ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ ഞാൻ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്മൂത്തിക്ക് കൂടുതൽ ടേസ്റ്റ്, അതായത് ഇരട്ടിയാക്കുന്നത് ഈ പീനട്ട് ബട്ടറും കൂടി ഇതിൽ ചേർക്കുമ്പോഴാണ്. അത് നമ്മൾ ഹോം മെയ്ഡ് ആണെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് അത് മാത്രമല്ല, ഇതിലേക്ക് ഞാൻ ഒരു ഷുഗറോ ഒന്നും ചേർത്തിട്ടില്ല. ഇത് നാച്ചുറൽ ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാ ഇതുപോലെ നല്ല പതയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേഗം തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ഐസ്ക്രീം എല്ലാം ഇടാം. ഇതിൻ്റെ ടോപ്പിൽ ഒരു ഐസ്ക്രീം എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിരിക്കും. പക്ഷെ ഞാനിപ്പോൾ ഇതിൽ ഐസ്ക്രീം ഒന്നും ഇടുന്നില്ല. ഇതുപോലെ തന്നെ വെച്ചിട്ട് 3 ഗ്ലാസ്സിൽ ഞാനിപ്പോൾ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡേറ്റ്സും അതുപോലെ തന്നെ ആൽമണ്ട്സും അങ്ങനെ എന്താണ് ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് അത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അപ്പം ഞാനിതിൽ കുറച്ച് ഈ 2 സാധനങ്ങൾ മാത്രമാണ് ചേർത്തിട്ടുള്ളത്. കാഷ്യൂ, പിസ്താഷ്യോ ഇതെല്ലാം ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.